താജുൽ ഉലമയുടെ മർസിയത്ത്, അതേപോലെ തന്നെ ഉപ്പാപ്പയുടെ ചരിത്രം എഴുതിയിരിക്കുന്ന വിവിധ പ്രസിദ്ധീകരണങ്ങൾ, പത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ജാമിഅ സഅദിയ 44 വർഷത്തെ അധ്യക്ഷനാണ് താജുൽ ഉലമ. ആ സമ്മേളനം ഒപ്പിയെടുത്ത, അതേപോലെ താജുൽ ഉലമയെ സംബന്ധിച്ചെല്ലാം മഹാന്മാര് പ്രതിപാദിച്ച വിഷയങ്ങളെല്ലാം അടങ്ങുന്ന CD ഉണ്ട്. എല്ലാം പ്രവർത്തകർ കൈവശപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നാം അത് കൈവശപ്പെടുത്തി സ്വന്തമാക്കുന്നതോടൊപ്പം നമ്മുടെ ഗ്രാമങ്ങളിൽ അതിൻ്റെ കോപ്പികൾ സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ എത്തിച്ച് അവരെ കൂടി കേൾപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരാൾ ഹിദായത്തിലായാൽ അതാണ് നമുക്ക് ഗുണകരം. അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ പ്രതിനിധികൾ, SYSന്റെയും SSFന്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും SMAയുടെയും ഒക്കെ പ്രഗത്ഭരായ നേതാക്കൾ, പ്രവർത്തകർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ സഹപ്രവർത്തകരെ, ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയും ആസ്വദിക്കുകയും ഇവിടുത്തെ പ്രാർത്ഥകരിലൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഹൗദുൽ കൗസറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ലോകാലോകങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച ദീൻ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ വിശേഷണങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒന്നാണ് അസ്സലാം. അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അസ്സലാം എന്നാൽ സമാധാനത്തിന്റെ ദാതാവ്. അസ്സലാം സമാധാനത്തിന്റെ വിതരണക്കാരൻ. സമാധാനത്തിന്റെ ദാതാവായ അല്ലാഹ് ലോക ജനങ്ങളിൽ മനസ്സും തമ്മിൽ അടുത്തിരുന്ന് സമാധാനം നിലനിൽക്കാൻ അല്ലാഹു നൽകിയിരിക്കുന്ന ദീൻ ഇസ്ലാം, സമാധാനം, ഇസ്ലാം ശാന്തി. ആ ഇസ്ലാമിനെ ഹൃദയം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിക്ക് പറയുന്നത് മുസ്ലിം, സമാധാനി. മുസ്ലിം സമാധാനി. അപ്പോൾ അല്ലാഹു സമാധാനിയാണ്. അവൻ നൽകിയിരിക്കുന്ന ആശയം സമാധാനത്തിൻ്റെതാണ്. അത് സ്വീകരിച്ച് വിശ്വസിക്കുന്ന ആളുകൾ സമാധാനികളാണ്. ഈ സമാധാനികൾക്ക് ശാശ്വത ലോകത്ത് ചെല്ലുമ്പോൾ അവിടെ താമസിക്കാൻ അല്ലാഹു നൽകുന്ന സുഖലോക ഭവനത്തിന് അല്ലാഹു വെച്ചിരിക്കുന്ന പേര് ദാറുസ്സലാം, സമാധാന കേന്ദ്രം. ദാറുസ്സലാം, ശാന്തി ഭവൻ എന്നാണ്. ഈ സമാധാനം അതാണ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രലോഭനങ്ങളുടെ, പ്രകോപനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അസ്സലാം എന്ന അല്ലാഹുവിന്റെ നാമം വിട്ടുപോകരുത്. ഇസ്ലാം എന്ന സമാധാന സന്ദേശം വികാരത്തിന് മുമ്പിൽ നാം വിട്ടുപോകരുത്. മുസ്ലിം എന്നാണ് നമ്മെ വിളിക്കുന്നത്, ഓർക്കണം. നമുക്ക് സമാധാനിക്കാനുള്ള വീട് അത് ദാറുസ്സലാം, ശാന്തി ഭവൻ ആണ് എന്ന് നാം ഓർക്കണം. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനം, ആ സമാധാനത്തെ നാം എന്ന് കാത്തു സൂക്ഷിക്കുന്നുവോ സമാധാനിയായ റബ്ബ് നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ, നമ്മളെ നാവുകൊണ്ട് അനിസ്ലാമികമായതും അനിഷ്ടമായതും പറയിപ്പിക്കാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകും. നമ്മുടെ വിശ്വാസമാകുന്ന പരിച അവിടെ നമുക്ക് കാവൽക്കാരനായി നിൽക്കണം. അതാണ് ഇസ്ലാം ദീൻ.
നാം താമസിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒരു കയ്യിലും സമാധാനത്തിന്റെ ഭരണഘടനയാകുന്ന വിശുദ്ധ ഖുർആൻ ഒരു കയ്യിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിക വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ രണ്ട് ഭരണഘടനയെയും നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ക്ഷമ, നമ്മുടെ സമാധാനം ആരെങ്കിലും കഴിവുകേടായി വ്യാഖ്യാനിക്കുന്നു എങ്കിൽ ആ വ്യാഖ്യാനിച്ചവർക്കുള്ള മറുപടിയാണ് ഈ സഭ. ആ കഴിവുകേടായി വ്യാഖ്യാനിച്ചവരോടാണ് സമസ്തയുടെ അജയ്യരായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, സമാധാനത്തിന്റെ വാഹകരുടെ ക്ഷമ അത് കഴിവുകേടായി വ്യാഖ്യാനിക്കുന്ന അവിവേകികളോടാണ് ബഹുമാനപ്പെട്ട സമസ്ത അധ്യക്ഷൻ പറഞ്ഞത്, നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് കൊഴിഞ്ഞു പോയി അത് മറ്റൊരു സ്ഥലത്ത് പർവ്വതമായി വരാൻ മാത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. അത്തരക്കാർ ഓർക്കുന്നത് അവരുടെ ആരോഗ്യത്തിന്, അവരുടെ നിലനിൽപ്പിന് നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമാധാനം കൈവിട്ടുകൂടാ, നമുക്ക് നീതി കൈവിട്ടുകൂടാ, നമുക്ക് സത്യം കൈവിട്ടുകൂടാ, നമുക്ക് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഒരു കടുകുമണി വിട്ടുപോകാൻ പറ്റില്ല. ഞാൻ അധികമായി വിശദീകരിക്കേണ്ടതില്ല. കള്ളപ്രചരണങ്ങളും കള്ളത്തരങ്ങളും മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. ഇവിടെ അടുത്ത ദിവസം മറ്റൊരു മാമാങ്കം നടക്കുന്നുവെന്ന് പറഞ്ഞു. അതിൽ പങ്കെടുക്കേണ്ട പ്രധാനികളായ ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചത് ഒന്ന് ബാഫക്കി തങ്ങളുടെ മകനാണ്. സാക്ഷാൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങളാണ് ആ ഇരിക്കുന്നത്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. 6-ാം തീയതി സമ്മേളനം വരാൻ പോകുന്നേ ഉള്ളൂ. 4-ാം തീയതി തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം. മറ്റൊന്ന് പറഞ്ഞത് കണ്ണിയത്തുസ്താദിന്റെ മകൻ സംബന്ധിക്കുന്നുവെന്നാണ്. ആ കണ്ണിയത്തുസ്താദിന്റെ മോനാണ് തൊട്ടടുത്തിരിക്കുന്ന ആ മഹാൻ ഇവിടെ നമ്മളോട് പ്രസംഗിച്ചത്. ഇനി പ്രസംഗിക്കുന്ന ഞാൻ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ കൂടെ 4 കൊല്ലം കിതാബോധി പഠിച്ച ശിഷ്യനാണ്. എന്നെപ്പോലുള്ള ധാരിമികൾ ഒരു ഡസനിലധികം ഈ സ്റ്റേജിലുണ്ട്. ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരായി 1 ഡസനിലധികം ധാരിമിമാർ ഈ സ്റ്റേജിലുണ്ട്. മഹാനായ ശംസുൽ ഉലമയുടെ പൂർവിക ശിഷ്യന്മാരായ ഫൈസിമാർ നിരന്നു നിൽക്കുകയാണ് ഈ വേദിയിൽ. പേട് തേങ്ങ കൂട്ടിയിട്ടിട്ട് ഇതാ തേങ്ങ എന്ന് കാണിച്ച് ആരും ബേജാറാക്കണ്ട. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ, അഥവാ ഞാൻ ഉദ്ദേശിച്ച കൗമ്, അവര് മനസ്സിലാക്കിയ ശംസുൽ ഉലമ. ഇപ്പോൾ ചില ആളുകൾ ശംസുൽ ഉലമയുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോ അതിങ്ങനെ ഫ്ലക്സായി പ്രദർശിപ്പിച്ച്, ആ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലക്സ് സമ്മേളനം കഴിഞ്ഞപ്പോൾ അത് തൂങ്ങിക്കിടക്കുന്നു. ആ നെറ്റിയിലേക്ക് കാക്ക കാഷ്ടിക്കുന്നു. അത് പിന്നീട് നിലത്ത് വീണ് അഴുക്ക് ചാലിൽ കിടക്കുന്നു. അഴുക്ക് ചാലിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കോരിക്കൊണ്ടുപോകുമ്പോൾ മുനിസിപ്പാലിറ്റി വണ്ടിയിലാണ് ശംസുൽ ഉലമയെ കാണുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് നിങ്ങൾക്ക് മാപ്പ് നൽകുകയില്ല സമസ്തയുടെ ആത്മാവ്. ശംസുൽ ഉലമയുടെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് നൽകുകയില്ല. ഇതാണോ ആദരവ്? ഇതാണോ ബഹുമാനം? ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അതുപോലെയുള്ള മഹാരഥന്മാരുടെയും ഒക്കെ ഫോട്ടോ പ്രദർശനം, ഇഷ്ടംപോലെ അവരുടെ തലകൾ, നിസ്കാരത്തയമ്പുകളും നല്ല താടിയുമുള്ള തലപ്പാവുമുള്ള അതിങ്ങനെ പ്രദർശനം. എന്നിട്ട് അത് മുനിസിപ്പാലിറ്റി തൊട്ടികളിലൊക്കെ വീണ് കിടക്കുന്നു. മുനിസിപ്പാലിറ്റിയിലെ വണ്ടി മാലിന്യം കൊണ്ടുപോയി തട്ടുമ്പോൾ അതിൽ കണ്ണിയത്തുസ്താദ്, അതിൽ ശംസുൽ ഉലമ. ഈ രൂപത്തിൽ അവരെ അപമാനിച്ചുകൊണ്ട് ഞങ്ങളാണ് സമസ്ത എന്ന് പറയുന്നവർ നിങ്ങൾ ഈ സമൂഹത്തോട് അല്ല, അവരുടെ ആത്മാവിനോടാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഉണർത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ കുടുംബ പരമ്പരയിൽ 2 പരമ്പര, ഹസനി ഹുസൈനി, അത് രണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട
ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ മാലയിൽ കാണാൻ സാധിക്കും നമുക്ക്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തും എത്തുമേ എന്ന് അതിലൊരു വരി കാണും. അതേ പാരമ്പര്യത്തിൽ വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉമ്മ വഴിക്കും വാപ്പ വഴിക്കും അന്തൽ ഹുസൈനിയവൽ ഹസനിയ കുന്തമഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദിജ്തമഅ എന്ന് നമുക്ക് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ നമ്മൾ പഠിച്ചാൽ താജുൽ ഉലമ തങ്ങൾ അവിടുത്തെ ഉമ്മ വഴിക്കും അവിടുത്തെ വാപ്പ വഴിക്കും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പുത്രനാണ്. ബഹുമാനപ്പെട്ടവരുടെ 39ാമത്തെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ അഹ്ലു ബൈത്തിലെ ശരിയായ പരമ്പര, ആ പരമ്പരയിൽ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധിയാർജിച്ച ബുഖാരി സാദാത്യങ്ങൾ, ആ ബുഖാരി സാദാത്യങ്ങളുടെ പരമ്പരയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലിമ്, സയ്യിദ്, മുദല്ലിസ്, ഖാളി, ഒട്ടേറെ തരീഖത്തുകളുടെ ഷെയ്ഖ് എന്ന പദവി അലങ്കരിച്ച ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആ താജുൽ ഉലമ തങ്ങൾ 25 വർഷം മുമ്പ് ബഹുമാനപ്പെട്ടവർ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഫോറസ്റ്റ് ഗ്രാമപ്രദേശമായ നിലമ്പൂരിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി വന്നു. മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ. അന്ന് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഉപ്പാപ്പ അവരുടെ വാപ്പ ചെറുപ്പത്തിൽ മുഹീദ്ദീൻ മാല ഇങ്ങനെ ഓതുമ്പോൾ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തും എത്തുമേ എന്ന വരി ഉപ്പ ചൊല്ലിത്തന്നു. ആ ചൊല്ലിത്തന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ചു. അന്ന് മുതൽക്ക് എന്റെ 10ാമത്തെ വയസ്സ് മുതൽക്ക് ഞാൻ ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ പതിവായി ഫാത്തിഹ ഓതുന്നുണ്ട്. ആ പതിവായ ഫാത്തിഹയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്ന സങ്കീർണതയുടെ മധ്യത്തിലും എനിക്ക് ധൈര്യം നൽകുന്ന, എനിക്ക് സ്ഥൈര്യം നൽകുന്ന, എനിക്ക് എല്ലാം നൽകുന്ന എന്റെ മുമ്പിലുള്ള പരിച എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധിയുടെ മുമ്പിൽ, എല്ലാറ്റിനു മുമ്പിലും നമുക്കൊരു കാവലായി ഉപ്പാപ്പയുടെ പേരിൽ മരിക്കുന്നത് വരെ നമുക്ക് ഫാത്തിഹ ഓതാം. അല്ലാഹു ആവതാക്കുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരോട് ബന്ധപ്പെടണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുൻപേ നടന്നവരെ നോക്കി പുറകിലുള്ളവരെ നയിക്കാനാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ, ഇതിന് മുൻപിൽ ഒരു എഞ്ചിൻ പോയിട്ടുണ്ട്. ആ എഞ്ചിന്റെ പുറകിൽ കമ്പാർട്ട്മെന്റ് ധാരാളം. നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പാർട്ട്മെന്റ് 76ാമത്തതാണെങ്കിൽ 75 എണ്ണം മുന്നിൽ പോയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ ഇനി 23, 24 വരാനുണ്ട്. ഈ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന നാം മുന്നോട്ട് നോക്കണം. നമ്മുടെ മുൻപിലെ കമ്പാർട്ട്മെന്റിൽ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പാർട്ട്മെന്റ് റെയിൽപാളത്തിൽ കൃത്യമായി പോകുമ്പോൾ അത് ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാണ്. നാം ഇരിക്കുന്ന കമ്പാർട്ട്മെന്റ് എപ്പോഴും മുന്നിലുള്ളവരെ നോക്കണം. നമ്മുടെ പുറകിൽ വരുന്നവർ വഴി തെറ്റാതിരിക്കാൻ നാം നമ്മുടേത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ബാധ്യത ബാക്കിലുള്ളവർക്ക് വഴി കാണിക്കുക, മുൻപേ പോയവരെ പിന്തുടരുക. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളോട് വിട പറഞ്ഞ മഹാന്മാരുടെ നന്മകൾ, അവരുടെ ഏടുകൾ, അവരുടെ ചരിത്രങ്ങൾ, അത് നിങ്ങൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ചരിത്രം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചരിത്രം പറയണം. 6 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനെ പിടിച്ചിട്ട് 60-കാരനാക്കി ബഹുമാനിച്ചാൽ അത് 60 ആകൂല. നമ്മൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കാലത്ത് ഇല്ലാത്ത ഒരു SYS, നമ്മൾ 40ാം വാർഷികം ആഘോഷിക്കുന്ന കാലത്ത് ഇല്ലാത്ത ഒരു SYSന് എപ്പോഴാണ് 60 തികഞ്ഞത് എന്ന് ലോകമാരും അറിഞ്ഞിട്ടില്ല. അത് 6 വയസ്സായ കുട്ടിയെ പിടിച്ചിട്ട് നിനക്ക് 60 എന്ന് പറഞ്ഞാൽ അതെവിടുന്ന് 60 ആവുക? നമ്മുടെ നാട്ടിലൊരു ജുമാഅത്ത് പള്ളിയിലുണ്ടായി. കോളേജ് വിട്ട് സ്കൂൾ വിട്ട് കുട്ടികൾ ഒന്നായിട്ട് ബാങ്ക് കേട്ടപ്പോ പള്ളിയിൽ വന്നു.
ഒതു എടുക്കുന്നിടത്ത് തിക്കും തിരക്കുമായി കുറെ കുട്ടികൾക്ക് ജുമഅക്ക് 2 റക്അത്ത് കിട്ടി, കുറച്ച് കുട്ടികൾക്കൊക്കെ 1 റക്അത്ത് കിട്ടി, ചില കുട്ടികൾക്കൊക്കെ അത്തഹിയാത്ത് മാത്രം കിട്ടി. സലാം വീട്ടിയപ്പോ എല്ലാവരും ഒരുമിച്ചാ സലാം വീട്ടി. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ തമ്മിൽ സംസാരിച്ചോടോ, നിനക്ക് ജുമഅ കിട്ടിയോ? ളുഹർ 4 റക്അത്ത് നിസ്കരിക്കണ്ടേ, നിനക്ക് കിട്ടിയോ? ഇല്ല. ജുമഅ കിട്ടിയോ? ആ ജുമഅ കിട്ടി. എത്ര ജുമഅ കിട്ടിയത്? എനിക്ക് അത്തഹിയാത്ത് കിട്ടി ഒരാള്. മറ്റേ ആൾ പറഞ്ഞു എനിക്ക് 1 റക്അത്ത് കിട്ടി. അപ്പൊ വിവരമുള്ളവർ ചോദിച്ചോടോ, 1 റക്അത്തും അത്തഹിയാത്തും ഒക്കെ കിട്ടിയിട്ട് നിനക്കെങ്ങനെ ജുമഅ കിട്ടുന്നത്? അത്തഹിയാത്ത് കിട്ടിയാൽ നിനക്കെങ്ങനെ ജുമഅ കിട്ടുന്നത്? ആ സമയത്ത് കുട്ടികൾ പറഞ്ഞു, അതെന്നെ കിട്ടിയത് ഞാൻ ഒളു എടുക്കാൻ നിൽക്കാത്തത് കൊണ്ട് കിട്ടിയതാണ്. അല്ലാഹ് എന്ന പോലെ ഈ 6 ഞാൻ ഓർമ്മപ്പെടുന്നത് ജനറൽ ബോഡി ഇല്ലാതെയാണ്. ജനറൽ ബോഡിയും അതിന്റെ വ്യവസ്ഥയും റെക്കോർഡും അതിന്റെ സൊസൈറ്റി രജിസ്ട്രേഷനും അതിന്റെ വിഷയങ്ങളും അതൊക്കെ അങ്ങോട്ട് പരിശോധിക്കാൻ വേണ്ടി നിന്നാൽ അത്തഹിയാത്തിൽ തുടർന്നവർക്ക് ജുമഅ കിട്ടി എന്ന് പറഞ്ഞതുപോലെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റിഫാഇ സാദാത്യങ്ങളിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആലിം സയ്യിദ് ബഹുമാനപ്പെട്ട സബാഹ് റിഫായി തവ്വലല്ലാഹു ഉംറഹു ഫീ തഅത്തില്ലാ. മർഹബൻ യാ ശൈഖനാ, മർഹബൻ യാ ശൈഖനാ, മർഹബൻ യാ ശൈഖനാ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ മഹത്തായ വേദിയെ ആദരണീയരായ മഹൽ വ്യക്തിത്വങ്ങൾ അലങ്കരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിനൊരു വസ്തുനിഷ്ഠമായ രീതി സ്വീകരിച്ചുകൊണ്ട് ചരിത്രം മനസ്സിലാക്കണം, ചരിത്രം പഠിക്കണം, ചരിത്രത്തിലേക്ക് കണ്ണോടിക്കണം, ചരിത്രത്തെ നാം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ ആണ് അതിന്റെ ഭരണഘടന. ആ ഭരണഘടന നമ്മെ പ്രേരിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു, ചരിത്രങ്ങളിലേക്ക് നമ്മളെ കണ്ണോടിക്കാൻ, ഇഷ്ടംപോലെ ചരിത്രം പഠിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് തന്നെ അല്ലാഹു തആല സൂറത്തുൽ ഖസസ് എന്ന് പേര് വെച്ചുകൊണ്ട് ചരിത്ര പഠനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ആ ചരിത്രം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ ചരിത്ര പഠനം? നമുക്ക് വ്യക്തമായും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ, മഹാന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠരായ അംബിയാക്കളെ ചരിത്രം രേഖപ്പെടുത്തുന്നു സൂറത്തുൽ അംബിയാ. ഇനി ആ അംബിയാക്കളെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ല പദവി അലങ്കരിച്ചിരിക്കുന്ന മഹാന്മാരുണ്ട്. ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം, അവരെ കുറിച്ച് പ്രത്യേകം ഒരു അധ്യായം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രത്യേകം ഒരു അധ്യായം. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രത്യേകം ഒരു അധ്യായം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രത്യേകം ഒരു അധ്യായം. അങ്ങനെ മഹാന്മാരുടെ ചരിത്രം പഠിക്കേണ്ടത്, ആ പഠിപ്പിക്കേണ്ട രീതി അത് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഖുർആൻ ചരിത്രങ്ങളിലൂടെ 6000 ചില്ലാനം ആയത്തുകളിൽ 1000-ലധികം വരുന്ന ആയത്തുകളും പഠിപ്പിക്കുന്നത് ചരിത്രമാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ മഹാന്മാരായ പുരുഷന്മാര് മാത്രമല്ലേ ഉള്ളൂ, ഔലിയാക്കളുടെ കൂട്ടത്തിൽ മഹാന്മാരുമുണ്ട്, മഹദികളുമുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ചരിത്രത്തിന്റെ മറ്റൊരു പാർട്ട് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഔലിയാക്കളെ കുറിച്ചുള്ള ചരിത്രം, സൂറത്തു ലുഖ്മാൻ, ലുഖ്മാൻ ഹക്കീം തങ്ങളെ കുറിച്ച് ഒരു അധ്യായം. ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ, സൂറത്തു മറിയം, മറിയം ബീവിയെ കുറിച്ച് ഒരു അധ്യായം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അധ്യായങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാന്മാരെ കുറിച്ച് പഠിക്കണം, അറിയണം, അവരെ കുറിച്ച് പറയണം. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളോട് മുൻപേ നടന്നിരിക്കുന്ന ആളുകൾ, നിങ്ങൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിന് മുമ്പിൽ ഒരുപാട് കമ്പാർട്ട്മെന്റുകൾ പോയിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റുകളൊക്കെ റൂട്ടിൽ തന്നെ സഞ്ചരിച്ചതാണ്. അവരോട് നിങ്ങൾ എങ്ങനെ പിൻപറ്റിയിരിക്കണം? അല്ലാഹു റബ്ബി റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. കണ്ടോ, ഈമാനോട് കൂടെ നമ്മുടെ മുൻപേ നടന്നവർ, ആ മുൻപേ നടന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് ചരിത്രം പറയുക, അവരെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ, അവര് പണ്ഡിതരാവട്ടെ സാധാരണക്കാരാവട്ടെ, ഏത് രംഗത്തും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ വിശുദ്ധ ഖുർആന്റെ ചരിത്രങ്ങളിലേക്ക് കടന്നാൽ സമാനമായ സംഭവത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, അമ്പിയാക്കൾ എന്താണ് നിങ്ങൾക്ക്
കാണിച്ചു തന്നത്. അത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ സമാനമായ ചരിത്രത്തെ തുലനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് മാതൃക സ്വീകരിക്കണം? അതാണ് സമാധാനത്തിന്റെ റൂട്ട്, അതാണ് ക്ഷമയുടെ റൂട്ട്, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന റൂട്ട്. അത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ആ ഖുർആനിന്റെ അതേ പാരമ്പര്യത്തിൽ നമുക്ക് കാണാം മഹാന്മാരുടെ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയതാണ് മൗലിദ് കിതാബുകൾ. ആ മൗലിദ് കിതാബുകളിലേക്ക് അങ്ങോട്ട് നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളുടെ ചരിത്രം. ഖുർആൻ അസ്ഹാബുൽ കഹ്ഫ് ആവുന്ന ഔലിയാക്കളെ കുറിച്ച് ഖുർആനിൽ അധ്യായം കൊടുത്തതുപോലെ മൗലിദ് കിതാബിൽ ബദരീങ്ങളെ കുറിച്ച് മാത്രം ഒരു മൗലിദ്, ബദരീങ്ങളെ കുറിച്ച് മാത്രം ഒരു മൗലിദ്. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എങ്ങനെയാണ് ഖുർആൻ ഓർമ്മപ്പെടുന്നത്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരുടെ ഈമാനികമായ ശക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഔലിയാക്കളുടെ അധ്യായമായ അൽ കഹ്ഫിൽ എങ്ങനെ ചരിത്രം പറയണം, പിൻതലമുറയ്ക്ക് എങ്ങനെ നിങ്ങൾ കൈമാറണം, അത് പഠിപ്പിക്കുകയാണ്. അതാണ് ബദർ മൗലിദിൽ ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. ഖുർആനിന്റെ അധ്യായം അവിടെ പഠിപ്പിച്ച അതേ റൂട്ട് സ്വീകരിച്ചുകൊണ്ടാണ് മൗലിദ് കിതാബുകൾ മഹാന്മാരെ കുറിച്ച് രചിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം, മൗലിദ് കിതാബിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരുടെ പേരിൽ. അതേപോലെ തന്നെ മൗലിദ് കിതാബിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മൗലിദ് കിതാബിൽ മഹദികളെ കൂട്ടത്തിൽ ഒരു പ്രധാനി ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹ. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് വഫാത്തായ ആളുകളെ, മുൻപേ നടന്നുപോയ ആളുകളെ, ആ ആളുകളെ കുറിച്ച് ചരിത്രം പറയാൻ, ആ ആളുകളെ കുറിച്ച് വസ്തുനിഷ്ഠമായ പഠനം നടത്തിയിട്ട് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഖുർആൻ അത് നമ്മെ ഉണർത്തുന്നു. ഹദീസുകൾ ധാരാളമായി പഠിപ്പിക്കുന്നു, മഹാന്മാർ നമ്മെ ഉണർത്തുന്നു. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു നൂറ്റാണ്ടോളം, 94 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടോളം കാലം ഈ പ്രസ്ഥാനത്തെ നയിച്ച് നേതൃത്വം നൽകിയ, ജീവിതത്തിലെ ഒരൊറ്റ ദിവസം പോലും വെറുതെ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മഹാഗുരുവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത് തങ്ങളവർകൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഉപ്പാപ്പയെ കുറിച്ച് അറിയണം. ഉപ്പാപ്പയെ കുറിച്ച് താജുൽ ഉലമയെ അറിയുക എന്ന ഒരു CD ഇറക്കുന്നതിന് വേണ്ടി മദനീസ് അസോസിയേഷന്റെ പ്രവർത്തകന്മാര് ബന്ധപ്പെട്ടപ്പോൾ അന്ന് ഞാൻ ഉപ്പാപ്പയെ സമീപിച്ചു. ഉപ്പാപ്പയോട് സമ്മതം വാങ്ങി. അപ്പോ ആ സമ്മതം കിട്ടിയപ്പോൾ ഞാൻ ഉപ്പാപ്പയോട് അവിടുത്തെ ദർസി ജീവിതത്തെ പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അത് മുതഅല്ലിമീങ്ങൾക്ക് വലിയ ഉപകാരപ്പെടും ഉപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അൽഫിയ ഓതുന്ന കാലം, ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഒരു സബക്ക്, ഒരൊറ്റ സബക്ക്, ഒരു പാഠം ഉസ്താദിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അൽഫ ഓതുന്ന സമയത്ത് 1000 ബൈത്ത് ഞാൻ ഉസ്താദിൽ നിന്ന് തന്നെ പഠിക്കുമ്പോൾ അസ്മാഉസ്സിത്തയുടെ 3 ബൈത്തുകൾ ഓതുന്ന സമയത്ത് എനിക്ക് പനി പിടിച്ച് വിറച്ച് കിടക്കുന്നത് കൊണ്ട് അന്ന് സബക്ക് നടക്കുന്ന സമയം ഞാൻ അറിയാതെ പോയി. ആ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കിതാബ് ബഹുമാനപ്പെട്ട ഉസ്താദിൽ നിന്ന് പഠിക്കുകയും പഠിച്ചത് അതാത് ദിവസം പഠിക്കുന്നത് അന്ന് തന്നെ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു എന്നാണ് താജുൽ ഉലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. മുതഅല്ലിമീങ്ങളെ, താജുൽ ഉലമ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കണം? ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങൾ അവരുടെ നന്മയുടെ ഏടുകൾ പരതി നിങ്ങൾ മാതൃക സ്വീകരിക്കണേ എന്ന ഉത്ബോധനത്തെ ഞാൻ എന്റെ മുതഅല്ലിമീങ്ങളോട്. 2, ഉപ്പാപ്പ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെറിയ പ്രായത്തിൽ പഠിക്കുന്നതാണ് തഫ്സീർ ജലാലൈൻ. ആ ജലാലൈനി ഓതുന്ന സമയത്ത് ഉപ്പാപ്പ പറയുന്നു, ജലാലൈനി ഓതുന്ന സമയത്ത് ഖദർ സബക്ക് അനുസരിച്ചുകൊണ്ട് എത്രയാണോ ബഹുമാനപ്പെട്ടവർക്ക് ആയത്തുകൾ ഓതിക്കൊടുത്തത്, എല്ലാ മുതഅല്ലിമീങ്ങളും രാത്രി നേരത്തെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അന്ന് അതാത് ദിവസം ഓതിയിരിക്കുന്ന ആയത്ത് ആ ദിവസം തന്നെ മനഃപ്പാഠമാക്കും. അങ്ങനെ ജലാലൈനി ഓതുന്ന കാലത്ത് കരുവന്തിരുത്തിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചാലിയത്ത് വലിയ ഒരു ആലിമിന്റെ വഅളുണ്ടായി.
ആ 3 ദിവസം അതിനു വേണ്ടി രാത്രി പോകേണ്ടി വന്നു. ആ 3 രാത്രി അന്ന് ഓതിയിരുന്നത് സൂറത്ത് മറിയമാണ്. ഓതുന്ന കാലത്ത് എനിക്ക് മറിയം സൂറത്ത് അന്ന് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നീടാണ് അത് പൂർത്തിയാക്കിയത്. ജലാലൈന് തീർന്നപ്പോൾ ഉപ്പാപ്പാക്ക് 30 ജുസും മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അതാണ് താജുൽ ഉലമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്നെ അന്ന് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു, മോനെ, ഹദീസിന്റെ വിഷയങ്ങളിൽ നമുക്കൊരു നല്ല അവഗാഹം ലഭിക്കുന്നതിന് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഓരോ ബാബിലും ഒരു ഹദീസ് മനഃപ്പാടമാക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു. അതനുസരിച്ച് മിഷ്കാത്ത് എന്ന ഹദീസിന്റെ കിതാബ് ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് മിഷ്കാത്തിലെ അവ്വൽ ഫസിലിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണല്ലോ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറയുന്നു, ഓരോ ബാബ് ഓതുന്ന സമയത്തും ഓരോ അധ്യായത്തിലും ഓരോ ഹദീസ് ഞാൻ മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവർകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുതഅല്ലിമാകുന്ന സമയത്ത് സമസ്തയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താജുൽ ഉലമ മാത്രമാണ്. ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പിന്നീട് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന പഠന പരമ്പര, ആ യാത്ര ഏറെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ആ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കത്തുൽ മുക്കറമയിൽ ഹജ്ജ് സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ കൂടെ കുറെ സമയം ഉപ്പാപ്പയുടെ കൂടെ തവാഫ് ചെയ്തുകൊണ്ടും സഅയ് ചെയ്തുകൊണ്ടും അങ്ങനെ അവസരം ലഭിച്ചിരിക്കുന്ന ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമീങ്ങളിൽ ചിലപ്പോഴൊക്കെ മക്കത്തുൽ മുക്കറമയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മുടെ മർക്കസിന് തറക്കല്ലിട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി അവർകൾ, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, മക്കത്തുൽ മുക്കറമയിലെ ഏറ്റവും വലിയ ആലിം കുടുംബമാണ് മാലിക്കി കുടുംബം. ആ മാലിക്കി കുടുംബത്തിലെ ഏറ്റവും വലിയ മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട അലവി മാലിക്കി തങ്ങളുടെ മകൻ മുഹമ്മദ് മാലിക്കി അവർകൾ, മുഹമ്മദ് മാലിക്കി തങ്ങളെയാണ് നമ്മളെല്ലാവരും കണ്ടത്. അലവി മാലിക്കി തങ്ങളെ നമ്മളാരും കണ്ടിട്ടില്ല. ആ ബഹുമാനപ്പെട്ട അലവി മാലിക്കി തങ്ങൾ അന്ന് മക്കത്തുൽ മുക്കറമയിൽ 4 മദ്ഹബിന്റെ കിതാബുകളും ഒരേപോലെ ദർസ് നടത്തുകയും ഫത്വ നൽകുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഹറമിന് മുദർരിസാണ് സയ്യിദ് അലവി മാലിക്കി അവർകൾ. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ ദർസിൽ പഠിക്കാൻ വേണ്ടി എത്തി ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ. നിങ്ങൾ നോക്കണം, ഇവിടെ നിന്ന് വലിയ 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 പണ്ഡിതന്മാർ, അന്ന് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അപൂർവം ആളുകൾക്കാണ് ഉണ്ടാകാറുള്ളത്. അതിൽപ്പെട്ട ഒരു മഹാനാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച സൈനുൽ ആബിദീൻ തങ്ങളുടെ ഉപ്പാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളവർകൾ. ബാഫക്കി തങ്ങളവർകൾ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാണ്. സമസ്ത എന്ന പണ്ഡിത സഭയോട് ഒട്ടി നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന നേതാവാണ്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളവർകൾ അന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അംബാസഡർ കാറിൽ യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ടവർ മാത്രമാണെന്ന് പറയാം. അത്രയും അപൂർവമാണ് അന്ന് വാഹനങ്ങളും യാത്രയും ഒക്കെ. അന്ന് 22ാമത്തെ തവണയാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളവർകൾ അന്ന് ഹജ്ജിന് പോയതെങ്കിൽ ബാഫക്കി തങ്ങളവർകൾ പണക്കാരനാണ്, വലിയ സാംസ്കാരിക നേതാവാണ്, വലിയ മുസ്ലിം നേതാവാണ്, വലിയ ഗുരുവാണ്, എല്ലാ രീതിയിലും പ്രവർത്തിച്ച ആളാണ്. അന്ന് ബാഫക്കി തങ്ങൾ മക്കത്ത് ചെല്ലുമ്പോൾ മക്കയിലെ അറബികൾ കാത്തു നിൽക്കും. എന്തിന്? ബാഫക്കി തങ്ങളുടെ സ്വന്തം പൈസയും ഇവിടുന്ന് പലരും ഏൽപ്പിച്ച പൈസയും ഉണ്ടാകും ഹറമിലെ സാധുക്കൾക്ക് സദക്ക ചെയ്യാൻ. അന്ന് സൗദി അറേബ്യയുടെ പൈസ താഴെയും നമ്മുടെ മൂല്യം കൂടിയതുമായ കാലഘട്ടമാണ്. പിന്നെയാണ് അവിടെ എണ്ണ സമ്പത്ത് കണ്ടെത്തിയപ്പോൾ നമ്മൾ താഴോട്ട് പോയത്. അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളവർകൾ, ഞാൻ ബാഫക്കി തങ്ങളെ പരാമർശിച്ചതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയിലെ വിശ്വാസികളെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയും ദീനിനു വേണ്ടിയും ഞാനൊരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളവർകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായും സമസ്തയോട് ചേർന്ന് നിന്നും പ്രവർത്തിച്ച മഹാന. പക്ഷേ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പോലും വഹാബിസത്തിന്റെ, മൗദൂദിസത്തിന്റെ, ഖാദിയാനിസത്തിന്റെ, തബ്ലീഗിസത്തിന്റെ ഒരു വഴിക്ക് ബഹുമാനപ്പെട്ടവർ സഞ്ചരിച്ചില്ലെന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അന്ന് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നതിനിടക്ക് ഒരു പ്രാവശ്യം ഒരു വഹാബി പള്ളിയുടെ അടുത്ത്
ഇപ്പൊ ഇങ്ങനെ കാസർകോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങിങ്ങായി ചില സെലഫി ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. പണ്ടതിവിടെ ഇല്ലാത്തതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ ദീനിന്റെ ശത്രുക്കളാണ്. അത് ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. ആ ബിദ്അഈ കക്ഷികളുടെ പള്ളിയുടെ അടുത്ത് ബാപ്പക്കത്തങ്ങൾ മൂത്രമൊഴിക്കാൻ പോലും വണ്ടി നിർത്തിയിട്ടില്ല. എന്തുകൊണ്ട് ബാപ്പക്കത്തങ്ങൾ ഒരു പക്ഷേ മൂത്രമൊഴിക്കാൻ വേണ്ടിയായിരിക്കും വണ്ടി നിർത്തുന്നത്. പക്ഷേ ആ കണ്ട ആളുകൾ എന്ത് പറയും? ആ പള്ളിയിൽ ബാപ്പക്കത്തങ്ങൾ കയറിയിട്ടുണ്ട്. പള്ളിയിൽ ബാപ്പക്കത്തങ്ങൾ കയറി എന്ന് പറയുമ്പോ പിന്നെ ചരിത്രം എന്ത് രേഖപ്പെടുത്തും? വഹാബി പള്ളിയിൽ തങ്ങൾ നിസ്കരിച്ചു. യാ റബ്ബ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത്തഖൂ മവാളിഅത്തുഹം, തെറ്റിദ്ധാരണ വരുന്നിടത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് മുത്തുനബി ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം ഓർത്തുകൊണ്ടാകാം തങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. തെറ്റിദ്ധാരണയ്ക്ക് എത്ര വേഗമുണ്ട്! അല്ലാഹ്, നമ്മുടെ നാട്ടിലൊരു ഹാജി, അദ്ദേഹം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി. 1000 നോട്ടാണ് കയ്യിലുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ചില്ലറ കിട്ടാനില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചില്ലറക്ക് വേണ്ടി ഒരു റേഷാപ്പിൽ കയറി, സൂപ്പർ മാർക്കറ്റിൽ കയറി, ചില്ലറയില്ലാതെ വിഷമിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ആചാരെ എന്താ നിങ്ങൾ ഇങ്ങനെ നടക്കണത്? ഒന്നുമില്ല മോനെ, 1000 ചില്ലറ കിട്ടേണ്ടിന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആചാര്യ വിഷമിക്കേണ്ട, ആ കള്ളുഷാപ്പിലുണ്ടാവുന്ന. ആചാര്യ അപ്പൊ ഈ ചില്ലറയുടെ കാര്യമല്ലാതെ മറ്റൊന്നും ഓർത്തില്ല. അയാൾ കള്ളുഷാപ്പിന്റെ അവിടെ പോയി 1000 നോട്ട് അങ്ങോട്ട് കൊടുത്തു. കള്ളുഷാപ്പുകാരൻ 10 100 നോട്ട് ഇങ്ങോട്ടും കൊടുത്തു. ആ 100 നോട്ട് അവിടെ നിന്ന് ഇങ്ങനെ എണ്ണ 1 2 3 4. അപ്പൊ ബാക്കിന്ന് 2 കുട്ടികൾ ആചാരിച്ചപ്പോഴേ ഇവിടെ വരൽ തുടങ്ങിയെന്ന് വെച്ചു. അല്ലാ മക്കളെ, ഞാൻ അങ്ങനെ വന്നതല്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരും വരല്. ഞങ്ങളിങ്ങനെ പത്രത്തിൽ കൊടുത്ത് പരസ്യം ചെയ്തിട്ടല്ല ഞങ്ങളും വന്നത്. നിങ്ങൾ വന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനിങ്ങനെ ചില്ലറക്ക് വേണ്ടി വന്നതാണെന്നോ. അല്ലാഹു റബ്ബി, ചില്ലറയല്ലാതെ ആചാര്യ ഇവിടെ ഇത് ഒന്നായിട്ട് ബീപ്പ കണക്കിൽ ഇത് കുടിക്കാൻ പറ്റൂലല്ലോ. ചില്ലറ തന്നെയല്ലേ ഇത് പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ചില്ലറ തന്നെ വാങ്ങലുള്ളൂ. നാളെ നമുക്ക് ഒരുമിച്ച് വരാന്ന് പറഞ്ഞു. യാ റബ്ബ്, ആചാര്യാകെ അപ്പോഴേക്ക് നാട്ടിൽ പാട്ടായി. അന്ന് പിന്നെ ക്ലിപ്പില്ലാത്തത് കൊണ്ട് ആചാര്യ കുറച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ നാട്ടിലാകെ ഇയാള് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സുബ്ഹാന ജല്ല ജലാലു ആചാര്യ കള്ളുടിച്ച വാർത്ത. ഒരു നിലക്ക് തിരുത്തിയിട്ടും തിരുത്തപ്പെടാതെ ആയപ്പോ ആചാര്യ എന്ത് ചെയ്തു? നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അയാൾ അജ്മീറിലോ ഏർവാടിയോ എവിടേക്കോ താമസിച്ച് 12 കൊല്ലം കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി ഇനി നാട്ടിൽ പോകാം. ഇപ്പൊ നാട്ടുകാരൊക്കെ അത് മറന്നിട്ടുണ്ടാകും. നാട്ടില് കുട്ടികളെടുത്ത് കടന്ന് മരിക്കാലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോരാ. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഏകദേശം നാട്ടിന്റെ അടുത്ത് ഇങ്ങനെ ബസ് ഇറങ്ങി നടക്കുമ്പോ മനസ്സിലിങ്ങനെ ഉണ്ടല്ലോ, ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോന്നാവോ പറച്ചോനെ. അപ്പൊ 2 സ്ത്രീകൾ കിണറ്റിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കോരാ. അപ്പൊ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് ചോദിച്ചത്രേ, മോളെ നിന്റെ മൂത്ത മകൾക്ക് വയസ്സെത്രയായി? അപ്പൊ മറ്റേ പെണ്ണുകൾ പറഞ്ഞു, കൃത്യമായി എഴുതി വെച്ച കണക്ക് അറിയില്ല. പണ്ട് ആചാര്യ കള്ളു കുടിച്ചു പോയില്ലേ, അന്നാണ് ഞാൻ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. യാ റബ്ബ്, യാ റബ്ബ്, ഇത്തഖൂ മവാളിഅത്തുഹം, തെറ്റിദ്ധാരണ വരുന്നിടത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തിരുത്തപ്പെടാൻ സാധിക്കാത്ത അത്ര വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ, ഉമറാക്കൾ, ഉത്തരവാദപ്പെട്ട മഹല്ലത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവരോട് ഈ സമ്മേളനം ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രിയപ്പെട്ടവരെ, കാസർഗോഡിന്റെയും അതുപോലെ തന്നെ മംഗലാപുരത്തിന്റെയും ഭാഗങ്ങളിൽ അടുത്ത കാലത്തായി ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. അവർക്ക് ഏണി വെച്ചു കൊടുക്കരുതേ എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ഇടയ്ക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തയിലെ പണ്ഡിതന്മാർ 2 ചേരിയായി നിൽക്കുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് ബിദ്അത്തുകാരൻ അവന്റെ ചരക്ക് വിൽപ്പന നടത്താൻ ഇവിടെ സമയം കണ്ടെത്തുന്നു. ഉമറാക്കളെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, കർമ്മധീരരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഇതാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, നേരത്തെ സമസ്ത എന്ന പണ്ഡിത സഭ തീരുമാനിച്ചത് ഏതാണെന്നറിയോ? വഹാബിസത്തെയും മൗദൂദിസത്തെയും അതൊക്കെ പുറത്ത് വെച്ചുകൊണ്ട് അവരെ മഹല്ലത്തിൽ നിന്ന് ഒഴിവാക്കുക. അവരുടെ നിക്കാഹ്, അവരുടെ ജനാസ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ സുന്നത്ത് ജമാഅത്ത് വർദ്ധിക്കുക. അത് വർജിക്കാനാണ് സമസ്ത നേരത്തെ പ്രഖ്യാപിച്ചത്, ആഹ്വാനം ചെയ്തത് എല്ലാം. പക്ഷേ ഇപ്പോഴും 6ാം സമ്മേളനം നടത്തിയ 60കാര് പറയുന്നത് അവരെ പറ്റി ഒരു വാചകം ഇല്ല, അവരെ കുറിച്ചൊരു പരാമർശമില്ല. പിന്നെയോ AP വിഭാഗത്തെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങൾക്കറിയുമോ, ഇത് ശംസുൽ ഉലമ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചുക്കും വന്നിട്ടില്ല. ശംസുൽ ഉലമ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചുക്കും വന്നിട്ടില്ല. 6 സമ്മേളനം നടത്തിയ 60 പേര്, 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 60 പേര്,
പണ്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുവാണ് ശംസുൽ ഉലമ. ഞങ്ങളുടെ ഒക്കെ ഉസ്താദാണ്. ഏറ്റവും ഞങ്ങൾ ആദരിക്കുന്നു അന്നും ഇന്നും ഒരുപോലെ. ഞാനൊരു ദർസ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു ത്വലാഖ് പ്രശ്നം ഉണ്ടായി. അവർ ഉസ്താദിന്റെ അടുത്ത് ഫത്വക്ക് വേണ്ടി പോയി. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ആരാ അവിടെ മുദരിസ് എന്ന് വെച്ചു. അവിടെ കൂറ്റമ്പാറയാണ്. ആദ്യം അവനെ പിരിച്ച് പിന്നെ ത്വലാഖ് പിരിച്ചാൽ മതി എന്ന്. അങ്ങനെ കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളെന്ന് നിർബന്ധമായും ചെയ്യണം, വരുന്ന വെള്ളിയാഴ്ച ഞാൻ പിരിയാന്ന്. പിരിഞ്ഞ് ഞാൻ മുത്താലിമീങ്ങളൊക്കെ കൂട്ടിയിട്ട് നേരെ ശംസുൽ ഉലമന്റെ അടുത്ത് പോയി. ഇവിടുന്ന് പറഞ്ഞതനുസരിച്ച് ഇന്നെ പിരിച്ചു വിട്ടിക്കണേ, ഞാൻ ഇനി ഇൻഷാ അള്ളാഹ് വേറൊരു സ്ഥലത്ത് ദർസിന് വേണ്ടി ആലോചിക്കുകയാണെന്ന്. ഇൻഷാ അള്ളാഹ് നീ പോയിട്ട് ചെറിയ കിതാബുകൾ ഓതിക്കൊടുക്കുക, അങ്ങനെ തിറക്കി ഉണ്ടാക്കിയിട്ട് വലിയ കിതാബിലേക്ക് എത്തുക എന്ന് പറഞ്ഞ് ദ്വാർന്നുങ്ങാണ്ട് ഞാൻ അവിടുന്ന് പോയി. അപ്പോ എനിക്ക് ശംസുൽ ഉലമ അത് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തോട് ഒന്നുകൂടി മതിപ്പ് വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും ആക്ഷേപം പറയാൻ നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെ വലിയവരാണ്. വലിയവർ അവർ അക്കരെ എത്തും, നമ്മൾ ഇക്കരെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുന്നു, അന്ന് ശംസുൽ ഉലമ പറഞ്ഞു പിരിച്ചുവിടുക അവരെ. പിരിച്ചിട്ട് ഇത് മുറുകല്ലാതെ ഇത് പൊട്ടിയിട്ടില്ല. ആ ശംസുൽ ഉലമയുടെ ആഹ്വാനം പിരിച്ചുവിടാൻ വേണ്ടി കേട്ടിട്ടാണ് ഈ കാണുന്ന ജനസഞ്ചയം മുഴുവനും ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇപ്പോ ഈ ചെറിയ ഈനാമ്പേച്ചികൾ പറയാണ് ഇവരെ പിരിച്ചുവിടണം. ആരോടാ ഞങ്ങളീ പറയുന്നത്? ഇതല്ല ആരെ മുമ്പിൽ ഞങ്ങളീ അളക്കുന്നത്? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഈ പിരിച്ചുവിടലിന്റെ കോലാഹലങ്ങൾ നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഖുതുബക്ക് വേണ്ടി ഒരു ഉസ്താദ് മിമ്പറിൽ കയറിയപ്പോൾ അയാൾ ആ മിമ്പറിൽ നിന്ന് പിടിച്ചു. മലപ്പുറം ജില്ലയിൽ ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറിയ ഉസ്താദിനെ മിമ്പറിൽ നിന്ന് രണ്ടാൾ വന്ന് പിടിച്ചിറക്കിയിട്ട് വലഭാഗത്തുള്ള വാതിൽക്കൽ കൂടെ അദ്ദേഹത്തെ പുറത്താക്കി. നേരത്തെ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മുസ്ലിയാര് മിമ്പർമക്ക് അങ്ങോട്ട് കയറി. ആ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആ ചുണക്കുട്ടി പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ പള്ളിയിൽ ഖുതുബ ഓതിയാലും നിങ്ങളെ കൂടെ ചേരൂലാന്ന് പറഞ്ഞു. അതാണ് ഈ ചുണക്കുട്ടികൾ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതൊക്കെ ഞങ്ങൾ കണ്ടത്. ഇപ്പൊ പുതിയതായിട്ട് പിണ്ടം വെച്ച് പുറത്താക്കാൻ ആരാ അകത്തുള്ളത്? പ്രിയപ്പെട്ട സഹോദരൻ, ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഇതിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മെ പുറത്താക്കാനും നമ്മെ പിരിച്ചുവിടാനും അതൊക്കെ പഴയ കാലത്തെ നമ്മൾ കേട്ട് മടുത്തതാണ്. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നു. ഇവരുടെ സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഒരു ഗീബത്ത്, അപ്പൊ നോക്കും മറ്റേ ആൾക്ക് തോന്നി ഞാൻ അതിനേക്കാളും വലിയത് പറയാൻ എങ്ങനെ, അപ്പൊ മറ്റേ ആൾക്ക് അതിനേക്കാൾ, ഓരോരുത്തരും ഗീബത്തും നമീമത്തിലും ഇങ്ങനെ ശക്തി കൂട്ടുക എന്നല്ലാതെ ഒരു ഹർഫ് അള്ളാഹ് പൊരുത്തപ്പെടുന്നത് നിങ്ങളെ സമ്മേളനത്തിൽ ഉണ്ടായോ? ഒരൊറ്റ ഹർഫ് അള്ളാഹ് പൊരുത്തപ്പെടുന്നത് ഉണ്ടായോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വാഗതം മുതൽക്കാണ്ട് തുടങ്ങിയാൽ നന്ദി വരെ എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ ചെരുപ്പ്, അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ടയറ്, അതിന്റെ ഗിയർ ഓട്ടോമാറ്റിക് ആണോ അല്ലേ, അതേപോലെ തന്നെ കുപ്പായത്തിന്റെ ബട്ടൺസ്, ഷർട്ട്, മൂപ്പര് പോയ രാജ്യങ്ങള്, ഇതൊക്കെ എന്താണെന്നറിയങ്ങള്? അതൊക്കെ പരസ്യമായിട്ടാണ്. പക്ഷേ സ്വകാര്യത്തിൽ ഏറ്റവും കൂടുതൽ AP ഉസ്താദിന്റെ ദീർഘായുസിന് ദ്വാരക്കുന്നത് അവരാണ്. കാരണം ഓരോ റിസ്ക് നിലനിൽക്കണമെങ്കിലും ഉസ്താദ് ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ പടച്ചോൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും APക്ക് ദീർഘായുസ് കൊടുക്കണേ ഓരോ ഒറ്റക്ക് ദ്വാർക്കണുണ്ട്. അതുപോലെ ദ്വാരക്കാതിരിക്കൂല. കാരണം ഉസ്താദ് വലിയ ദയുള്ള മനുഷ്യനല്ലേ. അള്ളാഹു ആഫിയത്ത് കൊടുക്കണം, അള്ളാഹു ഹിമ്മത്ത് കൊടുക്കുമാറാവും. സുബ്ഹാൻ. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദയാണ്, വലിയ കൃപയുള്ള ഹൃദയ. അതാണല്ലോ അപ്പുറത്തിരിക്കുന്ന സമസ്തയുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒറ്റ മുസ്ലിയാരും ഇല്ല. അപ്പൊ ഉസ്താദിനോട് കുറച്ച് സക്കാത്തുകളെ കിട്ടിയാൽ തിരക്കുകളില്ലാന്ന് പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ ഈ സാധുവല്ലേ, അല്ലാഹു റബ്ബി കൊടുക്കാൻ തയ്യാറായി. അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ദീൻ പറയാൻ അറിയണ്ടേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദീൻ പറയാൻ അറിയാത്തപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്.
സമ്മേളന ചെലവിലേക്ക് പ്രവർത്തകരെല്ലാം കഴിയുന്നത്ര സംഭാവന ചെയ്യുന്നത് ഒന്നുകൂടി കൂടുതൽ നന്നായി ചെയ്യണം. കാരണം നമ്മൾ ഇത് ഒരു വലിയ കാലഘട്ടത്തോളം മദ്രസയിൽ നിന്ന് പിരിച്ച്, സ്കൂളിൽ നിന്ന് പിരിച്ച്, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പിരിച്ച്, അവിടെ നിന്ന് പിരിച്ച്, ഇവിടെ നിന്ന് പിരിച്ച്, അങ്ങനെ പിരിച്ചുണ്ടാക്കിയ സമ്മേളനമല്ല ഇത് നമ്മൾ ആ ഉച്ചയ്ക്ക് ശേഷം വരുന്ന പേപ്പറിൽ, അതേപോലെ തന്നെ നമ്മുടെ സിറാജിന് ഒരു ആഹ്വാനം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ആ സമയത്ത് ഒരുമിച്ച് കൂടിയതാണ് ഈ കണ്ട ജനങ്ങളെല്ലാം. ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ ഇതിന്റെ ഇരട്ടിയാണ് റോട്ടിൽ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ സമ്മേളനം മലപ്പുറത്ത് നടന്നിരുന്നു. ഇന്നലെ ഞാൻ മദ്രാസിൽ പോയപ്പോൾ അവിടെ താജുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനം. എത്രയാണ് ജനങ്ങൾ സംഭരിച്ചിരിക്കുന്നത് ഇരിക്കട്ടെ, ഞാൻ പറയാം. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർക്കൊരു ആലിമിനെ വേണ്ടേ? ഞങ്ങൾ ചോദിക്കുന്നു, കുറ്റ്യാടി പോലത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രത്തിൽ, എടവണ്ണ പോലത്തെ ഒരു മുജാഹിദ് കേന്ദ്രത്തിൽ, പഴയങ്ങാടി പോലത്തെ ഒരു കാദിയാനികളുള്ള സ്ഥലത്ത് പോയിട്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ധൈര്യമായും വ്യക്തമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ട് ഇതിനെതിരെ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ നിങ്ങളെ കൂടെ ഉണ്ടോ? നിങ്ങൾ സമസ്തയുടെ 40 ആളുകളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ? 40 ആലിമീങ്ങളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ? നിങ്ങളിപ്പോ 4 സക്കാഫികളെ സ്വീകരണം, മറ്റേ സഅദികളെ സ്വീകരണം, നിങ്ങളെ സമസ്ത നയിച്ചിരുന്ന സാക്ഷാൽ അസ്ഹരി തങ്ങളിപ്പോ എവിടെയുണ്ട് എന്ന് പറയാമോ? സമസ്തയുടെ അധ്യക്ഷ കസേരയിലിരുന്ന അസ്ഹരി തങ്ങളിപ്പോ എവിടെയാണെന്ന് പറയാമോ? നിങ്ങൾ ഖുർആൻ പ്രഭാഷകനായി കൊണ്ടു നടന്നിരുന്ന ആളിപ്പോൾ എവിടെയാണെന്ന് പറയാമോ? പേട് തേങ്ങ പെറുക്കി നടക്കുന്നതിനിടയ്ക്ക് അവനവരുടെ നഷ്ടപ്പെട്ടത് മറന്നു പോകണ്ട. ഇതൊന്നും ഞങ്ങളാരും പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ അഊദും ബിസ്മിയും ചെല്ല, പിന്നെ പറയുന്നത് മുഴുവനും ഗീബത്ത്. സാധാരണക്കാർ തെറ്റിദ്ധരിക്കരുതല്ലോ. 1-2 കാര്യങ്ങൾ ഉണർത്തിയതാണ്. ബഹുമാനപ്പെട്ട സക്കാഫികളായ ആളുകൾ അവരിങ്ങനെ സക്കാഫികളും സഅദികളും മദനികളുമൊക്കെ രംഗത്ത് വന്നപ്പോൾ സക്കാഫിക്ക് ജോലി കൊടുക്കാൻ പാടില്ല, സഅദികളെ ഖുത്ബോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചൊരു കാലഘട്ടം ഉണ്ടായി. ഞാൻ ബഹിഷ്കരണ കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹിഷ്കരിച്ച് നോക്കുമ്പോൾ പിന്നെ അവരെ കൂടെ വലഭാഗത്തുനിന്ന് ഇടഭാഗത്തേക്ക് എഴുതിയതാണ് അറബി. അത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറ്റുമല്ലോ വേണ്ടേ? അപ്പൊ കുടുങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? സക്കാഫികളെ കിട്ടിയാൽ തിരക്കേടില്ല എന്നായി. അപ്പൊ AP ഉസ്താദ് എന്ത് ചെയ്തു? മൂപ്പരിങ്ങനെ ഒരു ദയുള്ള മനുഷ്യനെ ഒരു സക്കാഫിനെയാണ് കൊടുത്തു. തന്ത്രപരമായിട്ട് ഒരു സക്കാഫിനെയാണ് കൊടുത്തു. ആ സക്കാഫികളും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് AP വിഭാഗമാണ്, നിങ്ങൾ കളിക്കേണ്ട മക്കളെ. അപ്പോ ഒരു സക്കാഫിനാണ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കി എന്താ അതിന്റെ മട്ടം. അപ്പൊ അവർക്ക് നല്ല റാഹത്ത്. സക്കാഫികൾക്ക് പ്രവേശനം ഇല്ലാത്തോടത്ത് സക്കാഫി പോയി, സക്കാഫി ഖുത്ബ ഓതാൻ പറ്റാത്തോടത്ത് സക്കാഫി ഖുത്ബ ഓതി, സഅദി ഇമാമ് നിൽക്കാൻ പറ്റാത്തോടത്ത് സഅദി ഇമാമത്ത് നിന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ ഉസ്താദ് 2 ആളെയും കൂടി കൊടുത്തു. ആ 2 ആളെയും കൂടി കൊടുത്തപ്പോൾ അവർ വലിയ സമ്മേളനം വെച്ചു. വലിയ സമ്മേളനം വെച്ചിട്ട് AP ഉസ്താദിന്റെ കുട്ടികൾക്ക് അവർ സ്വീകരണം കൊടുത്തു. അവർ വലിയ സ്വീകരണം കൊടുത്തു. സക്കാഫി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സക്കാഫി വരുന്നു. അത് സക്കാഫി അല്ല, അടുത്ത വണ്ടിയിൽ സക്കാഫി വരുന്നു. അടുത്ത വണ്ടി അപ്പോഴേക്ക് ഒരു തക്ബീർ മറ്റൊരു ചെല്ലു തുടങ്ങി. സക്കാഫിന്റെ വണ്ടി കാണുമ്പോഴേക്ക് തക്ബീർ ചെല്ലുന്ന അത്രയും വലിയ ആദരവൊക്കെ കണ്ടപ്പോൾ ഒരു 4 എണ്ണത്തിനെയും കൂടി കൊടുത്തു. ഇൻഷാ അല്ലാഹ് 40 എണ്ണത്തിന് തരും. അപ്പൊ മുഷാവറ 2 ഒന്നാകും. അപ്പൊ AP ഉസ്താദായിരിക്കും അതിന്റെ അധ്യക്ഷ കസേരയില്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിവരമില്ലാത്തവര് അപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നമ്മൾ സഹായിക്കണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര എണ്ണാണ് ഇവിടെ? യാ അല്ലാഹ്, ഫൈസിമാർ ഇഷ്ടം പോലെ, ദാരിമികൾ ഇഷ്ടം പോലെ, ഒക്കെ ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. ഒക്കെ ശംസുലമയുടെ ശിഷ്യന്മാരെ കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. ശിഷ്യന്മാരെ കൊണ്ട് കേരളം നിറക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മർക്കസിന്റെ 37ാം സനദ്ദാന വാർഷിക സനദ്ദാന സമ്മേളനം നടക്കുകയാണ് ഡിസംബറിൽ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ അതിന്റെ സ്വാഗത സംഘം ചേരുമ്പോൾ ബഹുമാനപ്പെട്ട മർക്കസിന്റെ പഴയ റെക്കോർഡുകളെല്ലാം എടുത്തിട്ട് ആകെ മർക്കസിൽ ഈ 37 വർഷം കൊണ്ട് എത്ര കുട്ടികൾ പഠനം പൂർത്തിയാക്കി എന്ന കണക്കെടുത്തപ്പോൾ സഖാഫികൾ, ഹാഫിളീങ്ങൾ, എഞ്ചിനീയർമാർ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് 37 കൊല്ലം കൊണ്ട് 72,000 കുട്ടികൾ മർക്കസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 72,000 കുട്ടികൾ മർക്കസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2,000-നെ നിങ്ങൾക്ക് തന്ന് സഹായിക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അത് ഞങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്.
അപ്പൊ നമ്മളെ കുട്ടികൾ ചോദിക്കും, പിന്നെ ഓല് ചിലതൊക്കെ ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ. നമ്മളൊപ്പം നിന്നപ്പം അല്ലാഹ്, സ്വല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ കേട്ടതാണ്. അവരെ കൂടെ പോയി ഇങ്ങനെ നിൽക്കുമ്പോ കേൾക്കണതൊക്കെ ഈബത്തും നമീമത്തും തന്നെയാണല്ലോ. അപ്പൊ ആ കുട്ടികളെ വായിന്നും അങ്ങനത്തത് വന്നു പോവുകയാണ്. ചാരിയത് മണക്കണ രീതി ഉണ്ടാവുമല്ലോ. അത്തർ കച്ചവടക്കാരൻ്റെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ അത്തർ മണക്കുള്ളൂ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര്, അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനാണ്. ആ ദീൻ അതിന്റെ യഥാർത്ഥ റൂട്ടിൽ സഞ്ചരിക്കുന്നതിന് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതിന് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയുടെ അധ്യക്ഷനായി ആദ്യ അധ്യക്ഷ കസേരയിൽ ഇരുന്നതെങ്കിൽ, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ, അതേപോലെ തന്നെ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതേപോലെ തന്നെ സദഖത്തുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഇവരൊക്കെ ഇരുന്ന കസേരയിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ പ്രിയങ്കരനും ആദരണീയനുമായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശി പേരോട് ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹുവിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ, എല്ലാവിധ ഹിമ്മത്തും കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. ഇതേപോലെ ഒരു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇതേപോലെ താജുൽ ഉലമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കയറി വരികയാണ്. ആ സമയത്ത് താജുൽ ഉലമ പറഞ്ഞു സഭയോട്, വരുന്നത് നമ്മുടെ പേരോടാണടാ, എല്ലാവരും തക്ബീർ ചൊല്ലി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ തക്ബീർ ഉപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇരുന്ന അധ്യക്ഷ കസേരയിൽ ഒരുപാട് ആലിമീങ്ങൾ പിന്നെ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ പർവ്വത തുല്യരായിരിക്കുന്ന ആലിമീങ്ങളാണ്. അള്ളാഹുവരൊക്കെ ദറജ എത്തിക്കൊടുക്കുമാറാവട്ടെ. ആ ബഹുമാനപ്പെട്ട കസേരയിൽ പിന്നീട് സയ്യിദും ആലിമും ആയ ഒരാൾ പിന്നെ ഇരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഒരു സയ്യിദ് ആലിമ്, പിന്നെ ആ അധ്യക്ഷ കസേരയിൽ ഇരുന്നത് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് മക്കത്തുൽ മുക്കറമയിലെത്തി അലവി മാലിക്കി തങ്ങളുടെ ദർസിൽ ബഹുമാനപ്പെട്ടവർ ബുഖാരി ഓതി. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 20 വർഷം മുമ്പ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മക്കത്തുൽ മുക്കറമയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ വിനീതനായ ഞാൻ ഉപ്പാപ്പയുടെ കൂടെ ചെറിയൊരു ഖാദിമായിട്ട് ഇങ്ങനെ ഉണ്ടായി. ആ ഖാദിമായിട്ട് നിൽക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഉപ്പാപ്പാക്ക് അടക്കമുള്ള മക്കയിലെ ആലിം കുടുംബമായ മാലിക്കി കുടുംബത്തിന് ഒരു പതിവുണ്ട്. ഹജ്ജിന് മുമ്പ് ഒരു സ്വീകരണം, ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരു സ്വീകരണം, 2 സ്വീകരണം ലോക പണ്ഡിതന്മാർക്ക് മാലിക്കിയുടെ വീട്ടിൽ വെച്ച് നൽകാറുണ്ട്. ഹജ്ജിന് മുമ്പ് ഒന്നും, ഹജ്ജിന് ശേഷം ഒന്നും. ഹജ്ജിന് നേരത്തെ എത്തിയ ആളുകളെ ഉദ്ദേശിച്ചും വൈകി എത്തിയ ആളുകളെ ഉദ്ദേശിച്ചിട്ടുമാണ് അത് ചെയ്യാറുള്ളത്. ഒരു പക്ഷേ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ് മാലിക്കിയുടെ വീട്ടിൽ സ്വീകരണമാണ്. ആ സ്വീകരണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ ഹജ്ജിന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ മജീദ് ഹാജിയുണ്ട്, അതേപോലെ തന്നെ ഈ മമ്മുഞ്ഞി ഹാജിയുണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഉപ്പാപ്പയുടെ കൂടെ മാലിക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. TSK തങ്ങളും എന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉപ്പാപ്പയുടെ കൂടെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മാലിക്കിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രവർത്തകർ മനസ്സിലാക്കണം, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കൂട്ടുകാർ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അടക്കമുള്ള ആലിമീങ്ങൾക്ക് സ്വീകരണം വെച്ച ആ സ്വീകരണ യോഗത്തിലേക്ക് ചെന്നപ്പോൾ വിശാലമായ അവിടുത്തെ ദിക്ർ മജ്ലിസ്, ആ ദിക്ർ മജ്ലിസിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് മാലിക്കി, ഇപ്പോൾ വഫാത്തായ മാലിക്കി അവർ അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ, മാലിക്കി ഇരിക്കുന്ന തൊട്ടടുത്ത ചെയറിൽ ഇടഭാഗത്തിരിക്കുന്നത് സൗദിയിലെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദ് അബ്ദു യമാനിയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഇടഭാഗത്തിരിക്കുന്നുണ്ട്. മുഹമ്മദ് അബ്ദു യമാനി എന്ന് പറഞ്ഞാൽ ഒരുപാട് മുഹമ്മദ് അബ്ദു യമാനിയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. വലിയ പാണ്ഡിത്യവും വലിയ പണവും വളരെ വലിയ ഭൗതിക വിദ്യാഭ്യാസവും ഒത്തുചേർന്നൊരു മഹാനാണ് അദ്ദേഹം.
ഭൂഗർഭശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തപ്പോൾ സൗദി ഗവൺമെന്റ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നതമായ പദവി കൊടുത്ത് ആദരിച്ചു. അദ്ദേഹം സ്വന്തമായി ഒരു ചാനൽ ദീനി ദഅവത്തിന് വേണ്ടി പ്രവർത്തിപ്പിച്ചിരുന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ എന്ന അദ്ദേഹത്തിന്റെ വളർന്നു വരുന്ന തലമുറക്ക് നിങ്ങൾ ഹുബ്ബുൻ നബി പഠിപ്പിക്കണേ എന്ന അദ്ദേഹത്തിന്റെ കിതാബ് ലോക ഭാഷകളിൽ 20 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ പണ്ഡിതൻ മാലിക്കി, മുഹമ്മദ് മാലിക്കിയുടെ ഇടഭാഗത്ത് തൊട്ടിരിക്കുന്നുണ്ട്. അതിനെ തൊട്ട കസേരയിൽ അല്ലാമ മുഹമ്മദ് അലി സാബൂനി അവരിയ്ക്കുന്നുണ്ട്. സഫുവത്തു തഫാസീർ പോലത്തെ കിതാബുകൾ എഴുതിയ സൗദിയിലെ സുന്നി പണ്ഡിതനാണ് അദ്ദേഹം. അങ്ങനെ മൊറോക്കോവിലെ പണ്ഡിതന്മാർ, പാകിസ്ഥാനി പണ്ഡിതന്മാർ, ഏഷ്യൻ മലേഷ്യൻ പണ്ഡിതന്മാർ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒട്ടേറെ രാഷ്ട്രങ്ങൾ എന്നുള്ള പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് മാലിക്കി അവർകൾ അദ്ദേഹം ഇരിക്കുന്ന ചെയറിന്റെ വലഭാഗത്ത് ഒരു സീറ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സീറ്റിൽ ആരും ഇരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെയും കൊണ്ട് ഞങ്ങൾ ആ സഭയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാമ മാലിക്കി അവർകൾ എഴുന്നേറ്റുകൊണ്ട് ഉപ്പാപ്പയെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവരെ തൊട്ടടുത്ത് വലഭാഗത്തെ ചെയറിൽ അവിടെ ഇരുത്തിയിട്ട് ആ സഭക്ക് എല്ലാ പണ്ഡിതന്മാർക്കും പിന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പരിചയപ്പെടുന്നത് അല്ലാമ മാലിക്കിയാണ്. മാലിക്കി പറഞ്ഞു, എന്റെ ഉപ്പ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ ഈ ഹറമിൽ ദർസ് നടത്തുമ്പോൾ അന്ന് ഈ ദർസിൽ വന്ന് ചേർന്നപ്പോൾ എന്റെ കൂടെ ഇരുന്ന് കിതാബ് ഓതിയിരിക്കുന്ന ആളാണ് ഈ വന്നിരിക്കുന്ന അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് മുഹമ്മദ് മാലിക്കി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ഇന്ത്യൻ മുസ്ലിംകളുടെ ആത്മീയ ഗുരുവാണ്, വലിയ പണ്ഡിതനാണ്, വലിയ മുദർരിസാണ്. ഇദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാമ മാലിക്കി അവർകൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയോട് പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരു ബറക്കത്തിന് വേണ്ടി, ഒരു തബറുക്കിന് വേണ്ടി ഒരു ഇജാസത്ത് കൊടുക്കണം. അവിടെ മാലിക്ക് പറഞ്ഞു, ഖാദിരി ത്വരീഖത്തിന്റെയും മറ്റു പല ത്വരീഖത്തിന്റെയും ശൈഖാണ് ഇദ്ദേഹം, അദ്ദേഹം നമുക്ക് ഒരു പൊരുത്തം തരും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അന്ന് ആ സഭയിൽ വെച്ചുകൊണ്ട് ഈമാന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ ഒരു സ്വലാത്ത് പതിവാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സ്വലാത്ത് ചൊല്ലി കൊടുത്തിട്ട് പറഞ്ഞു, ഈമാനുള്ള മനുഷ്യരെ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹക്കടപാട് ആദമീയൻ്റെത് ബാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ട് ആദമീയന്റെ ഹക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്വലാത്തും കൂടി തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ സ്വലാത്ത് കൂടി അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോൾ സഭ ആ 2 സ്വലാത്തും ചൊല്ലിയിട്ട് അവരെല്ലാവരും മൊറോക്കോയിലെ, ഇന്തോനേഷ്യയിലെ, മലേഷ്യയിലെ, UAE-യിലെ, സൗദിയിലെ എല്ലാ പണ്ഡിതന്മാരും എഴുന്നേറ്റ് ഉപ്പാപ്പയുടെ കൈ ചുംബിക്കുന്നു, നെറ്റിത്തളത്തിൽ ഉമ്മ വെക്കുന്നു, കവളത്ത് ഉമ്മ വെക്കുന്നു. അല്ലാ, ഒരു 10 മിനിറ്റ് സമയം വല്ലാത്ത ഒരു രംഗമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലിക്കിയുടെ നേതൃത്വത്തിൽ അല്ലാമ താജുൽ ഉലമക്ക് നൽകിയ ആ സംഭവത്തിന് വഫാത്തായി പോയ TSK തങ്ങള്, അതേപോലെ തന്നെ മജീദ് ഹാജി, ഈ ഇരിക്കുന്ന മമ്മൂഞ്ഞി ഹാജി, ഇവരെല്ലാം അതിന് സാക്ഷിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ എല്ലാവരും ആദരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓർക്കണം, ലോക പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ ആദരിച്ച, ബഹുമാനിച്ച, സ്വീകരിച്ച, തബറുക്ക് വാങ്ങിയിരിക്കുന്ന ആലിമ്, സയ്യിദ്, ഖാളി, മുദർരിസ്, റിഫാഇയ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്, നക്ഷബന്ദി തരീഖത്ത്, ശത്താരിയ തരീഖത്ത്, കലന്തരിയ തരീഖത്ത് തുടങ്ങി ഉപ്പാപ്പയുടെ ദുആ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഏതൊക്കെ തരീഖത്തിന്റെ ശൈഖാണ് എന്ന് വേഗത്തിൽ ബോധ്യപ്പെടും. അവിടുത്തെ മശായിഖുമാർക്ക് മുഴുവനും ബഹുമാനപ്പെട്ടവരെ ഫാത്തിഹ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ 20ഓളം വരുന്ന ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയായ താജുൽ ഉലമയെ ലോകം ആദരിച്ചിട്ടുണ്ട്. ലോക പണ്ഡിതന്മാർ അവിടുത്തെ കൈ ചുംബിച്ചുകൊണ്ട് ബറക്കത്ത് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട വേർപാട് വന്നപ്പോൾ മലപ്പുറത്ത് വലിയ
വലിയ അനുസ്മരണ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഉപ്പാപ്പയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഉപ്പാപ്പയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഉപ്പാപ്പയുടെ വേർപാടിന്റെ ദുഃഖത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പ്രസംഗിക്കുമ്പോൾ സഭ മുഴുവനും കണ്ണീരൊഴുക്കി. സഭ മുഴുവനും കണ്ണീരൊഴുക്കിയപ്പോൾ അന്ന് ആകാശം കരഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മലപ്പുറത്ത് അന്ന് ആകാശം കരഞ്ഞ കണ്ണുനീരുകൊണ്ട് എല്ലാവരും മുഖം തുടച്ചു. പ്രിയപ്പെട്ട സഹോദര, സദസ്സിലും സ്റ്റേജിലും വേദിയിലുമുള്ള ഒരു സയ്യിദോ ഒരു ആലിമോ ഒരു ചെറിയ പ്രവർത്തകനോ ഒരു വലിയ മുദർരിസോ ഒരു ഖാദിയോ ഒരാളും അനങ്ങിയില്ല. ഉപ്പാപ്പയുടെ കണ്ണീര് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലപ്പുറത്തിന്റെ മണ്ണിൽ ആ കണ്ണീര് മുഴുവൻ ആളുകളും ഇപ്പോൾ ആകാശം കരഞ്ഞ കണ്ണുനീര് കൊണ്ട് എല്ലാവരും മുഖം തുടച്ചു. ആ മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. മാർച്ച് 12-ാം തീയതി ഉപ്പാപ്പയുടെ 40 ആകുമ്പോഴേക്ക് ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ 1 കോടി പ്രാവശ്യമാണ് ഖത്തം തീർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഖുർആൻ ഖത്തം തീർത്തതിന്റെ വിവരം 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 എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ഖത്തം തീർക്കുന്നത്? ഉമ്മമാരുണ്ട് അക്കൂട്ടത്തില്, സ്ത്രീകളുണ്ട് അക്കൂട്ടത്തില്, പെങ്ങന്മാരുണ്ട് അക്കൂട്ടത്തില്, പ്രിയപ്പെട്ടവരെ കൊച്ചു കുട്ടികളുണ്ട്, മദ്രസ വിദ്യാർത്ഥികളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. ഖുർആൻ ഖത്തം തീർക്കാൻ സാധിക്കാത്ത ജോലി തിരക്കുകൊണ്ടോ അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ഓതാനറിയാത്തത് കൊണ്ടോ വിഷമിക്കുന്ന ആളുകൾ അവരതാ ഖുൽ ഹുവല്ലാഹു ഓതി തീർക്കുന്നു കോടിക്കണക്കിന് പ്രാവശ്യം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഓരോ പ്രവർത്തകരും 70,000 തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പാപ്പയുടെ 40 ഈ മാസം 12-ാം തീയതി നടക്കുമ്പോൾ കോടിക്കണക്കിന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1 കോടി പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തുകൊണ്ടാണ്. ഈ ചരിത്ര ഭാഗ്യം നിങ്ങൾക്ക് വേറെ ഒരാളെ ഈ നൂറ്റാണ്ടിൽ പറയാൻ സാധിക്കുമോ? അതാണ് താജുൽ ഉലമ. ഓ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അവരുടെ വഴി അവർ നമുക്ക് ധീരമായി നേതൃത്വം നൽകി കാണിച്ചു തന്നിരിക്കുന്ന മാർഗം അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ സമസ്തയിൽ, ആ സുന്നി വചന സംഘത്തിൽ, ആ SSF-ൽ, ആ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അഖീദയിലും ആ ആദർശത്തിലും നിൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. താജുൽ ഉലമയെ കുറിച്ച് ഓരോ ആളുകളും പറയുമ്പോൾ ഇഷ്ടം പോലെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഉള്ളാളത്തുകാർക്കും കാസർകോട്ടുകാർക്കും ഞാനങ്ങ് മലപ്പുറത്ത് നിന്ന് വന്ന് പറഞ്ഞു തരണോ? ഉപ്പാപ്പയെ നിങ്ങൾ കണ്ടതല്ലേ? ഓ പ്രിയപ്പെട്ടവരെ, എത്ര വർഷമാണ് ഉള്ളാളത്ത് താമസിച്ചത്? അവിടുത്തെ യുവത്വത്തിന്റെ നിറഞ്ഞ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ഉള്ളാളത്ത് വരുന്നത്. അന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് കാളവണ്ടിയിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ തോണിയിൽ അക്കരെ കടക്കണം. അക്കാലത്ത് ഉള്ളാളത്ത് വന്നിട്ട് ഉള്ളാൾ എന്ന ഗ്രാമം അത് ലോക മാപ്പിൽ, ലോകവിശ്വാസി ഹൃദയങ്ങളിൽ ഉള്ളാൾ എന്ന ഗ്രാമത്തെ എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക്. അന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പാപ്പാക്ക് താമസിക്കാൻ കെട്ടിക്കൊടുത്തിരിക്കുന്ന ചെറിയ വീടില്ലേ, ആ വീട്ടിൽ ഉപ്പാപ്പാക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ നല്ല ബെഡുണ്ട്. ആ ബെഡിൽ വർണ്ണശബളമായ വിരിപ്പുണ്ട്. പക്ഷേ ഉപ്പാപ്പ ഒരൊറ്റ ദിവസം പോലും ആ കട്ടിലിൽ ഉറങ്ങിയിട്ടില്ല, ആ കട്ടിലിൽ കടന്നിട്ടില്ല. ഉപ്പാപ്പ കടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഒരു ചെറിയ കോതടി, ആ കോതടി ഇങ്ങനെ വിരിച്ചിട്ട് ഉപ്പാപ്പയുടേതായ ഒരു തുണിയുണ്ട്. ആ തുണി അതിന്റെ മുകളിൽ വിരിച്ചിട്ട് അതിലല്ലേ ഉപ്പാപ്പ ഇരിക്കാറുള്ളത്. ഉപ്പാപ്പ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങാറില്ല, ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. ഉറങ്ങാൻ വേണ്ടിയിട്ട് കടന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന ജോലിയില്ല. കിതാബുകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടക്ക് ഉറക്കം വരുമ്പോൾ ചെരിഞ്ഞ് ആ ചെറിയ സൗകര്യത്തിൽ അവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ അവർ കിടക്കുന്ന മണ്ണാണത്. ആ മണ്ണിൽ ബഹുമാനപ്പെട്ടവർ കിടക്കുമ്പോൾ ഞാൻ ഈ കട്ടിലിന് മുകളിൽ കിടക്കുന്നത് അദബുകേടല്ലേ എന്നാണ് 94-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ടവർ ആലോചിച്ചത്. വഫാത്തിന്റെ കുറച്ച് ദിവസം മുമ്പ്
വഫാത്തിന്റെ കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം ഒരു മാസമോ അല്ലെങ്കിൽ ഒരു മാസത്തിലധികമോ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഉള്ളാളത്തുണ്ടായിരുന്നു. അന്നും ബഹുമാനപ്പെട്ടവർ എവിടെ തന്നെയാ ഉണ്ടായത്? ആ താഴെ ഒരു സാധാരണ കോസടി വിരിച്ചിട്ട് അവിടെയല്ലേ ഉപ്പാപ്പ കടന്നിരുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരിക്കൽ ഉപ്പാപ്പയുടെ കൂടെ ഒരു വെള്ളിയാഴ്ച രാവിലെ താമസിച്ചു. ഞാൻ യാത്ര ചെയ്തു വന്ന് ഉള്ളാളത്തെത്തി. അവിടെ സിയാറത്ത് കഴിഞ്ഞ് അവിടെ നിന്നു. അന്ന് ഉപ്പാപ്പാക്ക് വലിയ ക്ഷീണമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പാപ്പ ഒരു സമ്മേളന വേദിയിൽ വന്നാൽ, ഉപ്പാപ്പ ഒരു സഭയിൽ വന്നാൽ നിറ സാന്നിധ്യമാണ് താജുൽ ഉലമ. എന്താ? എല്ലാവരുടെ കണ്ണും എല്ലാവരുടെ കൽബും ഉപ്പാപ്പയുടെ മുഖത്ത്, ഉപ്പാപ്പയുടെ വാഗ്ദാരണികൾ. ഉപ്പാപ്പ നേരം വെളുക്കോളം ദ്വാരക്കാറില്ലല്ലോ, ഒരൊറ്റ ദ്വാര, 2 വാക്ക് 4 വാക്ക്, അതിനൊരു ആമീൻ പറയാൻ എല്ലാവരുടെ കണ്ണും കാതും കൽബും ഒരുപോലെ ഉപ്പാപ്പയുടെ മുഖത്തേക്ക് സഭ നിറഞ്ഞു നിൽക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന് മുമ്പിൽ താജുൽ ഉലമ നിറ സാന്നിധ്യമുള്ളതേ ചെയ്യാറുള്ളൂ. ഉപ്പാപ്പ ദുഹ നിസ്കരിക്കാണോ? പൂർണ്ണമായ റക്അത്ത്. ഉപ്പാപ്പ മൗലിദ് ഓതാണോ? അധികവും ഓതാറുള്ളത് ബർസഞ്ചി മൗലിദ് അല്ലെങ്കിൽ ഷറഫുൽ മൗലിദ്. അത് ഉപ്പാപ്പ തുടങ്ങിയാൽ പൂർത്തിയായിട്ടാണ് ഓതുക. ഉപ്പാപ്പ മൗലിദ് തുടങ്ങിയാൽ പൂർത്തിയായിട്ടാണ് ഓതുക. അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിത്ർ നിസ്കരിക്കുന്നു, പൂർത്തിയായ റക്അത്താണ് നിസ്കരിക്കുന്നത്. അന്ന് ഞാൻ ഉപ്പാപ്പയുടെ കൂടെ താമസിച്ചപ്പോൾ വല്ലാതെ ക്ഷീണമുണ്ട്. പക്ഷേ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉപ്പാപ്പാക്ക് വിത്ർ നിസ്കരിക്കണം. ഒരു റക്അത്ത് നിന്ന് നിസ്കരിച്ചപ്പോഴൊക്കെ പറ്റ ക്ഷീണിതനായി. ഉപ്പാപ്പ ഇരുന്നു. 2ാമത്തെ റക്അത്തിൽ ഇരുന്ന് 2ാമത്തെ സലാം വീട്ടിയിട്ട് കുറെ ദിക്റുകളൊക്കെ ചൊല്ലി ഒന്ന് ക്ഷീണം മാറി എന്ന് തോന്നിയപ്പോൾ വീണ്ടും എഴുന്നേറ്റു. 3ാമത്തെ റക്അത്ത് നിന്ന് നിസ്കരിച്ചു. പൂർത്തിയാക്കാനായില്ല. വീണ്ടും ഇരുന്നു. സലാം വീട്ടിയ ശേഷം കുറെ ദിക്റുകൾ ചൊല്ലി. വീണ്ടും ഇരുന്നും നിന്നും ഇടക്ക് കുറച്ചു നേരം കിടന്നും. അന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉപ്പാപ്പ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചപ്പോഴേക്ക് 30 മിനിറ്റിനേക്കാൾ കൂടുതലായി. അത്ര സമയമെടുത്തിട്ട് ക്ഷീണിച്ചുകൊണ്ട് ഉപ്പാപ്പ നിസ്കരിക്കുന്നത് 11 തന്നെ. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തുകൾ, ആ സുന്നത്തുകൾ പൂർത്തിയായി ചെയ്ത് കാണിച്ചു തന്ന ആബിദാണ് ഉപ്പാപ്പ. ബഹുമാനപ്പെട്ടവരെ, ആലിമാണ്, സയ്യിദാണ്, ഷെയ്ഖാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പാപ്പ റമളാൻ ഷരീഫിന്റെ ആദ്യ രാത്രി മാസപ്പിറവി കാണുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ മദീനയിലെത്തി, മക്കത്തെത്തി. മാസപ്പിറവി കണ്ടപ്പോൾ ഉപ്പാപ്പ ഹറമിലുണ്ട്. ഇഅ്തികാഫ് ആരംഭിച്ചു. റമളാൻ 30ഉം ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ കഅബ ഷരീഫിൽ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു അർറഹ്മാനു ജല്ല ജലാലു അർറഹീമു ജല്ല ജലാലു ഓരോന്നും ജലാലത്ത് ചേർത്തുകൊണ്ട് ഓരോരോ ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 ലക്ഷം 1 കോടി പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന കഅബ ഷരീഫിൽ ഇരുന്നുകൊണ്ട് മസ്ജിദുൽ ഹറാം നോക്കി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഅബ ഷരീഫിനെ നോക്കി ഇഅ്തികാഫിൽ ചൊല്ലി തീർക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു ഗുരു, ഒരു ആലിം, ഒരു മഹാൻ നമ്മുടെ നാട്ടിൽ ചരിത്രത്തിലുണ്ടെങ്കിൽ താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, അവിടുന്ന് കാണിച്ച പാതയിൽ ഞങ്ങളെ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. അതുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആ റൂട്ടിലെ ഹക്കുള്ളൂ. ആ ഹക്കായ ദീനിന്റെ പ്രവർത്തകരോട് കണ്ണിയത്ത് ഉസ്താദായാലും ശംസുൽ ഉലമയായാലും മഹാന്മാരായ ആലിമീങ്ങളായാലും അള്ളാഹു അവരുടെ ഒക്കെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. പർവ്വത തുല്യരായ ആലിമീങ്ങളായ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, കോട്ടുമല ഉസ്താദ്, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി മഹാരഥന്മാരെല്ലാവരും ഉള്ള അന്നത്തെ സമസ്തയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും, അധ്യക്ഷൻ ഇല്ലാത്തപ്പോൾ ആ കസേരയിൽ ഇരിക്കാനും, നിർണായകമായ വിഷയം വരുമ്പോൾ ഫത്വ ആധികാരികമായി നൽകാനും അന്നത്തെ പർവ്വത തുല്യരായ പണ്ഡിതന്മാർ സമസ്തക്കൊരു ഉപാധ്യക്ഷൻ അന്ന് തെരഞ്ഞെടുത്തത് താജുൽ ഉലമ തങ്ങളെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുൽ ഉലമയെ വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങൾ പാപ്പ താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി.
പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു അടുത്ത ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി, ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് ഒരു അധ്യക്ഷൻ, ഒരു സെക്രട്ടറി. താജുൽ ഉലമ പോയപ്പോൾ ഇപ്പോൾ താജുൽ ഉലമയുടെ സ്ഥാനത്ത് അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയുടെ പതാക, ആ പതാക കൈമാറി സ്വീകരിച്ച ഒരേ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദാണ്. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആ എം.എ. ഉസ്താദിന്റെ കയ്യിലാണ് സമസ്തയുടെ പതാക. അതിന്റെ നിറം മാറിയിട്ടില്ല, അതിന്റെ രൂപം മാറിയിട്ടില്ല, അതിന് മാറ്റം വരുത്തിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാര്, ആ പതാകക്ക് കീഴിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. കൂപ്പൺ പിരിവ് ജില്ലാ നേതാക്കൾ ഇറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നൽകണം. ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്ന രീതി നമ്മുടെ കയ്യിലില്ല. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും അപ്പോൾ മുഅ്മിനീങ്ങൾ കൊടുക്കുന്നതാണ്. താജുൽ ഉലമയുടെ ഒരു സ്മാരകം സൗദിയിൽ ഉണ്ടാക്കുന്നു എന്ന് എം.എ. ഉസ്താദ് പറഞ്ഞല്ലോ. എന്താണ് മൂലധനം? നമ്മളൊക്കെ കൊടുക്കും. നമ്മുടെ മൂലധനം അൽ ഫാത്തിഹ മഹാന്മാരുടെ പേരിലാണ് ഓതിയാൽ അള്ളാഹു അതിന്റെ ബർക്കത്ത് നമുക്ക് തരും. അതാണ് നമ്മുടെ മൂലധനം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, എല്ലാവരും സംഭാവനകൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ചില വണ്ടികളൊക്കെ വഴിയിൽ നിർത്തിയിട്ട് K21N3970 KL 60D 8743 ഈ രണ്ട് കാറുകൾ വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതൊന്ന് മാറ്റിക്കൊടുത്ത് സഹകരിക്കണം. അവിടെയൊക്കെ നിൽക്കുന്ന പ്രവർത്തകന്മാർ ഓർക്കണം, ആ മതിലോ അതുപോലെ തന്നെ ഒന്നും കേടുവരുത്താത്ത രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാൻ ഉണർത്തി. ആദരണീയരായ പേരോട് ഉസ്താദ്, മറ്റു പ്രധാനപ്പെട്ട മഹാന്മാർ എല്ലാം നമ്മളോട് സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കകം വരാനിരിക്കുന്നു. സമയം നീണ്ടുപോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.